Dear students, in this class I take the poem from Indian Writings, Block 4, Unit 3, Solitude for the Girl Child by Nasim Shafai. Do you remember the poet Nasim Shafai? She is a Kashmiri poet. In the last class, you studied another poem. Do you remember which poem? Neither a shadow nor a reflection. This is a touching lyric, musical and full of surprising images. Solitude for the girl child. It is a mother's prayer for her daughter. The mother feels her heart ripping at the thought that her girl child will have to live with unfamiliar people. They may not value her uniqueness. Mothers want their children never to have bad experience. But a mother in traditional Indian society feels helpless when her daughter gets married because after her marriage, the daughter becomes part of her husband's family. വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ സംഗീതവും ഒരുപാട് നല്ല ഇമേജുകളുമൊക്കെ ഉള്ള മനോഹരമായൊരു കവിതയാണ് നസീം ഷഫായി എഴുതിയ കാശ്മീരി ഭാഷയിൽ എഴുതിയ സോളിറ്റ്യൂഡ് ഫോർ ദി ഗേൾ ചൈൽഡ് എന്ന കൊച്ചു കവിത. ഒരു അമ്മയുടെ മാനസികാവസ്ഥ, മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, തൻ്റെ മകളെക്കുറിച്ചുള്ള വേവലാതികൾ, തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതെല്ലാമാണ് ഈ കവിത. ഈ അമ്മ തൻ്റെ മകളെക്കുറിച്ച് ആകുലപ്പെട്ട് ഹൃദയം പിളർന്നു പോകുമോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് ആ ചിന്തകൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ അവൾ മറ്റൊരിടത്ത് തീരെ അപരിചിതരായ ആളുകളോടൊപ്പം താമസിക്കുമ്പോൾ അവർ ഇവളെ വിലമതിക്കാതെ വരുമോ, അവളോട് മര്യാദയില്ലാതെ സ്നേഹമില്ലാതെ പെരുമാറുമെന്നൊക്കെ ഈ അമ്മ ഭയപ്പെടുന്നുണ്ട്. അമ്മമാർ ഒരിക്കലും മക്കൾ മോശമായി രീതിയിൽ കാണപ്പെടുവാൻ, അല്ലെങ്കിൽ അവർ ഇൻസൾട്ട് ചെയ്യപ്പെടുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട് ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ, വിവാഹപ്രായമെത്തിയാൽ അവളെ വിവാഹം ചെയ്ത് മറ്റൊരിടത്തേക്ക് അയക്കണം. ഭർത്തൃ വീട്ടിലാണ് പിന്നെ അവളുടെ താമസം. അപ്പോൾ ആ കുടുംബാംഗങ്ങൾ ഇവളോട് സ്നേഹത്തോടെ പെരുമാറുമോ എന്നൊക്കെയുള്ള ഒരു വിഷമം, ഒരു ആങ്സൈറ്റി എപ്പോഴും അമ്മമാർക്കുണ്ടാവും. The mother is worried by the thought that her daughter may have indifferent treatment in her marital home, where lack of love and concern would make her restless and sleepless. The poem expresses a mother's overwhelming sorrow for her beloved daughter's uncertain future. ഈ അമ്മ മകള് ഭർത്തൃവീട്ടിൽ സ്നേഹമില്ലാത്ത അവരുടെ പെരുമാറ്റം അനുഭവിക്കേണ്ടി വരുമോ, അവൾക്കവിടെ സമാധാനമില്ലാതെ ആയിത്തീരുമോ, അവളുടെ ഉറക്കം എന്നേക്കുമ്പോൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ആകുലതയാണ് ഇവിടെ ഈ കവിതയിൽ നാം കാണുന്നത്. The poem's title is her desperate desire to let her daughter be herself. ഈ കവിതയുടെ ടൈറ്റിൽ നോക്കുക. ഈ മകൾ അവളായിരിക്കുന്നത് പോലെ അവളുടെ ഭർത്തൃവീട്ടിൽ ചെന്നാലും പിന്നീട് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. The word solitude
conveys a sense of comfort, a calm and a peaceful life. Girl child suggests a pre-puberty girlhood, which is significant because once the child grows into a young girl, society will not leave her alone. ഈ കവിതയുടെ ടൈറ്റിൽ നോക്കുക, സോളിറ്റ്യൂഡ് ഫോർ ദി ഗേൾ ചൈൽഡ്. ഈ സോളിറ്റ്യൂഡ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് എ കാം ആൻഡ് പീസ്ഫുൾ ലൈഫ്, സമാധാനവും ശാന്തതയുമുള്ള ഒരു ജീവിതം എന്നാണ്. ഗേൾ ചൈൽഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രീ പ്യൂബർട്ടി ഗേൾഹുഡ്, അതായത് അഡോളസൻസ്, കൗമാര പ്രായത്തെയാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. കൗമാര പ്രായം കഴിഞ്ഞാൽ അവൾ യൗവനത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ സമൂഹം അവളെ ഒരിക്കലും തനിച്ച് ആയിരിക്കാൻ അല്ലെങ്കിൽ തനിച്ച് എവിടെയെങ്കിലും പോകാൻ സമൂഹം അനുവദിക്കുന്നില്ല. The opening word gently rouser tells us that the girl child is fast asleep. The opening word gently rouser tells us that the girl child is fast asleep. The poem uses the image of a sleeping girl child to portray innocence, but she will be aware of the real world sooner or later. She sleeps innocence. She sleeps without a care, her eyes half open. The half open eyes create a picture of a child who is full of energy and curiosity. The girl's attractive looks and innocent nature worry the mother. The father is very proud of his daughter's dignity, just like a cap of turban is a symbol of the family's honor. The daughter is extremely beautiful, a houri of paradise. The mother is anxious, thinking of what will happen to her daughter. ഈ പെൺകുട്ടി ഉറങ്ങുന്ന ഒരു ഇമേജാണ് നമുക്കിവിടെ നൽകുന്നത്. What image we will get in this poem? The image of a sleeping girl child. What is its meaning? It portrays innocence. ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയാണ് ഇവിടെ കാണിക്കുന്നത്. ഉടനെ തന്നെ അധികം വൈകാതെ അവൾ ഈ യഥാർത്ഥ ലോകം എന്താണെന്ന് അവൾ അറിയും. ഇപ്പോൾ അവൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. She sleeps without a care. Her eyes half open. കണ്ണുകൾ പാതി തുറന്ന് ഉറങ്ങുകയാണ്. What did it suggest? The half-open eyes create a picture of a child who is full of energy and curiosity. ചുറുചുറുക്കുള്ള, ജിജ്ഞാസയുള്ള, യാതൊന്നിലും വറിയാകാതെ വളരെ ഫ്രീ ആയി യാതൊരു ടെൻഷനുമില്ലാതെ കിടന്നുറങ്ങുന്ന ഒരു കുട്ടി. The girl's attractive looks and innocent nature worry the mother. ഈ കുട്ടിയുടെ ആ സൗന്ദര്യം, നിഷ്കളങ്കത, ഇതെല്ലാം ഈ അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവളുടെ അച്ഛൻ തലപ്പാവ് ധരിക്കുന്ന ഒരു അച്ഛനാണ്, ഫാദറാണ് എന്ന് കവിതയിൽ പറയുന്നു, കാണിച്ചു തരുന്നു. ചില പ്രദേശങ്ങളിൽ, സമൂഹങ്ങളിൽ തലപ്പാവ് ധരിക്കുക എന്നുള്ളത് ബഹുമതിയുടെ, സമൂഹത്തിൽ അംഗീകാരത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ ആ തലപ്പാവ് ആ വ്യക്തിക്ക് വളരെയധികം അഭിമാനം
നൽകുന്നു. എന്നതുപോലെ തൻ്റെ മകളെ ഓർത്ത്, അവളുടെ ആ ഡിഗ്നിറ്റിയെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന ഒരു അച്ഛനാണ് ഇവിടെ കവിതയിൽ നമ്മൾ കാണുന്നത്. ദി ഡോട്ടർ ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ, എ ഹൂറി ഓഫ് പാരഡൈസ്. ദി മദർ ഈസ് ആങ്ഷ്യസ് തിങ്കിങ് ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ടു ഹർ ഡോട്ടർ. ഈ പെൺകുട്ടിയെ പറ്റി കവിതയിൽ പറയുന്നത് അവൾ അതിമനോഹരിയാണ്, അതിസുന്ദരിയാണ്. ഹൂറി ഓഫ് പാരഡൈസ്, അതിസുന്ദരിയാണെന്നുള്ള സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഹൂറി എന്ന പദം. അതുകൊണ്ട് തന്നെ അവൾക്കിനി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് അമ്മ ഉത്കണ്ഠപ്പെടുകയാണ്. The people she goes to live with could have a lifestyle and attitudes very different from theirs. People who are disrespectful to women. The poem ends with an agitated note on the mother's fear that her daughter may lose her peace of mind completely and never ever sleep again. ഇവളെ വിവാഹം ചെയ്ത് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറായിരിക്കും അവരുടേത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായ മനോഭാവമുള്ളവരായിരിക്കാം, സ്നേഹമുള്ളവരായിരിക്കണമെന്നില്ല. ഇതൊക്കെ ജീവിത രീതികൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം ഇവൾ ജനിച്ചു വളർന്ന ആ കുടുംബത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കാം. പീപ്പിൾ ഹു ആർ ഡിസ്റെസ്പെക്ട്ഫുൾ ടു വിമൻ, സ്ത്രീകളോട് വലിയ ബഹുമാനം കാണിക്കാത്തവരൊക്കെ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ അമ്മ ചിന്തിക്കുകയാണ്. ഈ പോയം അവസാനിക്കുന്നത് അമ്മയുടെ ഭയം, തൻ്റെ മകൾക്ക് ആ വീട്ടിൽ ചെന്ന് കയറുന്ന, ഭാവിയിൽ താമസിക്കുന്ന ഭർത്തൃ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുമോ, അങ്ങനെ അവളുടെ ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ഭയം, ആ ഭയത്തോടു കൂടിയാണ് ഈ കവിതയുടെ വരികൾ അവസാനിക്കുന്നത്. In solitude for the girl child, we come across a mother's concern for her daughter. According to the social customs, the girl child has to marry and become an obedient and unquestioning wife. The mother prays that her daughter will be looked after in her husband's home. This poem grieves over the inescapable loss of the girl's spontaneity, freedom and carefree ways. സാമൂഹ്യ ആചാരങ്ങൾ, സാമൂഹ്യ രീതി, നാട്ടുനടപ്പ് അനുസരിച്ച് ഒരു പെൺകുട്ടി വിവാഹിതയാവുകയും ഭർത്താവിൻ്റെ വീട്ടിൽ അനുസരണമുള്ള, ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയായി ജീവിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ അമ്മയുടെ പ്രാർത്ഥന ഭർത്താവിൻ്റെ വീട്ടിൽ ഇവൾ സുഖമായിരിക്കണം, സേഫായിരിക്കണം എന്നുള്ളതാണ്, സുരക്ഷിതമായിരിക്കണമെന്നാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ചില നഷ്ടങ്ങൾ, അവരുടെ ഈ ചെറുപ്പത്തിലെ സ്വാതന്ത്ര്യവും ആ സ്പോണ്ടൈനിറ്റി, നൈസർഗികതയും, കൂസലില്ലാതെ നടക്കുന്ന ആ ഒരു രീതികളും, കളിച്ച് ചിരിച്ച് നടക്കുന്ന അതെല്ലാം അവൾക്ക് നഷ്ടപ്പെടുന്നു. അത് ഒഴിവാക്കാൻ കഴിയില്ല. അതിനെപ്പറ്റി ദുഃഖിച്ചുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. ഹാവ് എ നൈസ് ഡേ. Have a cup of coffee. God bless you. Thank you.